സത്യം പറഞ്ഞാൽ എൻ്റെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും എന്ന് വേണമെങ്കിൽ പറയാം. സംഗതി പബ്ലിക് എൻ്റർപ്രൈസസ് എല്ലാം വിറ്റ് തീർന്ന് ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ വിറ്റ് തീർക്കുന്ന ഒരു തിരക്കിലാണ് എന്ന് സംഗതി കണ്ടാൽ തോന്നിപ്പോകും. അതൊരു കാലത്തെ എൻ്റെ അവസ്ഥയുമായി ഒരു സാമ്യമുള്ളതുകൊണ്ട് അതുകൂടി ചേർത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ 80കളുടെയൊക്കെ ഒരു മധ്യത്തിലും ആ അവസ്ഥയിലുമൊക്കെ നമ്മുടെ നാട്ടിലെ വീടുകളിലെ കുട്ടികളുടെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഭയങ്കര വിശപ്പാണ്, സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ കൊതിയുണ്ട്, റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന കപ്പലണ്ടിയും അതുപോലെ തന്നെ തുപ്പലി മുട്ടായി എന്നൊക്കെ വിളിക്കുന്ന വലിച്ചു നീട്ടുന്നൊരു മിഠായിയും തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു മാങ്ങാവെള്ളവും നെല്ലിക്ക വെള്ളവും ഒക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 10 പൈങ്ങ നമ്മുടെ കയ്യിലില്ല. ഇന്നത്തെ പോലെ മോന് കൈമണി കൊടുക്കുക അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ കൊടുക്കുക, വരുന്നവരെല്ലാം 500ൻ്റെയും 1000ൻ്റെയും നോട്ട് കയ്യിൽ കൊടുക്കുക, മോൻ്റെ കയ്യിൽ ATM-ഉം പേടിഎമ്മും കാർഡും ഒക്കെ ഉള്ള ഒരു ഭൂതകാലത്തിലൊന്നുമല്ല ഞാനും നമ്മുടെ പ്രായത്തിലുള്ളവരും ഒക്കെ വളർന്നത്. ആകെയുള്ള ഒരു ആശ്രയം പറങ്ങാണ്ടി അടന്നു വീഴുന്ന തേങ്ങ, അതുപോലെ വീട്ടിൽ ഒഴിയിടുമ്പോൾ ആരും കാണാതെ പടച്ചോൻ്റെ അടുത്ത് മാത്രം നമ്മുടെ ഒരു അവസ്ഥ പറഞ്ഞ് എടുത്ത് ഒളിപ്പിച്ചു കൊണ്ടുവെക്കുന്ന 3-4 തേങ്ങ, ഇതൊക്കെയാണ് ആകെയുള്ള വിൽപ്പനച്ചരക്ക്. ആക്രി പോലും വിൽക്കാൻ ഒട്ടും അവസരവും പോലും തരില്ല. പിന്നെ ആകെ കാത്തിരിക്കേണ്ടി വരുന്നത് എവിടെങ്കിലും ഉമ്മയും വാപ്പയും എല്ലാവരും കൂടി പോയി നമ്മൾ മാത്രം വീട്ടിൽ അവശേഷിക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും എടുത്ത് കാച്ചാൻ വേണ്ടി കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥിതിയാണ്. ആദ്യമൊക്കെ ഈ ഹോള് വീണ അലൂമിനിയം പാത്രമൊക്കെ കാച്ചി അതിൽ ശക്തി തെളിയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വീടിൻ്റെ അകത്തുള്ള ഒരു അറപ്പരയിൽ കുറച്ച് ചെറിയ ചെറിയ പെട്ടികൾ കാണുന്നത്. അതൊരു പിത്തള സംവിധാനത്തിലാണുള്ളത്. ഒരുപാട് പെട്ടികളുണ്ട്, ചെറിയ 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 പെട്ടികളാണ്, കുഞ്ഞു കുഞ്ഞ് ആഭരണ പെട്ടി പോലെ. ഇന്ന് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പെയിൻ്റ് അടിച്ച് ഹാളിലൊക്കെ കൊണ്ടുവെക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, അന്നത്തെ വിശപ്പും ഈ ആഗ്രഹങ്ങളും എല്ലാം കൂടി നിർവാഹമില്ലാതെ വന്ന് സംഗതി ഇതെടുത്ത് പല സന്ദർഭങ്ങളിലും കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്. ആ തട്ടേണ്ട അവസ്ഥയിലേക്ക് ഈ സമൂഹം മുഴുവൻ കൂടി നമ്മളെ കൊണ്ട് എത്തിച്ചു എന്ന് പറയുന്നതാവും സത്യത്തിൽ ഉചിതം. എന്ന് വെച്ചാൽ ചില നാടകങ്ങളിൽ പറയുന്നത് പോലെ, അച്ഛാ ഈ ഭൂമിയിൽ ആരും ഗർഭിണിയായി ജനിക്കുന്നില്ല അച്ഛാ, ഈ സമൂഹം അവരെ ഗർഭിണിയാക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെയാണ് മോഷ്ടാക്കളെ ഈ സമൂഹം സൃഷ്ടിക്കുന്നത് എന്നതാണ് സത്യസന്ധമായ എൻ്റെയൊക്കെ ബാല്യകാല അനുഭവം. ഇത് ഞാൻ മാത്രമേ ഉള്ളെന്നാണ് വിചാരിച്ചിരുന്നത്. ഇടയ്ക്ക് എൻ്റെ സുഹൃത്ത് ഫിറോസിനോട് ചോദിച്ചപ്പം അവനും ഇതുപോലെ തന്നെ പുരാവസ്തുവിൽ കേന്ദ്രീകരിച്ചിരുന്നൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴൊക്കെ ആണെങ്കിൽ കേസിലങ്ങ് ജയിലിൽ പോകേണ്ടി വരും, കാരണം പുരാവസ്തു നിയമം അത്ര കർശനമാണ്, വീട്ടിലുള്ളത് പോലും വിൽക്കാൻ പറ്റില്ല. ഞാൻ ഇതേ അവസ്ഥയിലാണ്. നമ്മുടെ സർക്കാരെന്ന് പറയാനുള്ള സ്ഥിതി എന്താണെന്നറിയോ, ഒരുമാതിരി വിൽക്കാവുന്നതെല്ലാം വിറ്റു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപാട് വിറ്റു, എയർപോർട്ട് വിറ്റു, പിന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ വിറ്റു എന്ന് വേണ്ട ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും സംഗതി വിറ്റു. വിറ്റ് 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 ഇപ്പോൾ അവസാനം വിൽക്കാനൊന്നും ഇല്ലാതായപ്പോൾ ഇതിൻ്റെ ഇടനിലക്കാരായി നിന്ന ആളുകളെല്ലാം കൂടെ ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ വിൽക്കാൻ തുടങ്ങി. സംഗതി 30 ലക്ഷത്തിനും 32 ലക്ഷത്തിനും ഒക്കെ അങ്ങോട്ട് വിറ്റ് 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 തകർക്കുകയാണ്. UGC നീറ്റ് ഒരു സൈഡിൽ കുഴഞ്ഞു കിടക്കുന്നു, അതെങ്ങും എത്തിയില്ല. ഇപ്പോൾ UGC നെറ്റ് അത് കുറച്ചുകൂടി കട തുറന്നു വെച്ച് വിറ്റു. ടെലഗ്രാമിലൊക്കെ തുറന്നു വെച്ചാണ് വിൽപ്പന നടന്നത്. ഇപ്പോൾ ദേ ഇന്ന് കാണുന്നു CSIR-ൻ്റെ വേറൊരു എൻട്രൻസ് പരീക്ഷയും മാറ്റിവെച്ചിരിക്കുന്നു. അതും ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റുപോയി എന്നാണ് പറയുന്നത്. ഇങ്ങനെ പബ്ലിക് എൻ്റർപ്രൈസസ് വിറ്റ് തീർന്ന് പബ്ലിക് എക്സാംസ് വിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. ഏതായാലും ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ ഭൂതകാലം ഓർമ്മ വന്നുപോയി. നിൽക്കക്കള്ളിയില്ലാതെ ആഭരണപ്പെട്ടികൾ പാരമ്പര്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പശ്ചാത്തലം വിളിച്ചോതി ഇന്ന് മക്കളുടെ മുന്നിൽ അഭിമാനത്തോടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കേണ്ട ആ കൊച്ചുപെട്ടികൾ എടുത്തുകൊണ്ടുപോയി പള്ളിക്ക് തൊട്ടപ്പുറത്തുള്ള ബഷീർക്ക എന്ന് പറയുന്ന ഒരു ഇക്കാടെ കടയിൽ കൊണ്ടുപോയി തട്ടി. അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരു തമാശ രൂപത്തിൽ ചോദിച്ചു, ഇക്ക അന്ന് പൊരുത്തമില്ലാതാണ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് എന്ന് മാത്രമല്ല, ഇക്ക തന്ന കാശ് ഒന്നും മതിയായതല്ല എന്നിപ്പോൾ ഒരു തോന്നൽ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് തന്ന് എൻ്റെ പൊരുത്തം വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചപ്പം ബഷീർക്ക പറഞ്ഞത്, ഇല്ലില്ലില്ല അതൊക്കെ അന്ന് നല്ല വില തന്നു എന്നാണ് പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും
ആ അവസ്ഥയിൽ ഈ രാജ്യം എത്തിച്ചേരുന്നത് കാണുമ്പോൾ അഭിമാനമാണോ അതല്ല സങ്കടമാണോ തോന്നേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ നിലവാരത്തിലേക്ക് രാജ്യം ഉയരുന്നു എന്നറിയുമ്പോൾ അഭിമാനമാണ് തോന്നേണ്ടത്. പക്ഷേ ഈ കച്ചവടം ഇച്ചിരി കടുത്ത കച്ചവടമാണ് എന്നതാണ് ഒരു സ്ഥിതി.